ഞാനും ഇയാളായതുകൊണ്ട് മാത്രമാ നീയൊക്കെ ഇപ്പോഴിവിടെ നിൽക്കുന്നത്. ഈ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നവര്, കഥകൾ അറിയാവുന്നവര് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. ഈ വീടിനകത്തുള്ളവരെ പുറത്താക്കിയിട്ട് എന്റെ ഭാര്യയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ. അതിന്റെ പേരിൽ പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ ശത്രുക്കളെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോ എന്തിനാണ് അവരെ ഇങ്ങനെ സഹിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യത്വം ഒരുപാടുള്ളതുകൊണ്ട് മാത്രമാ നീ പറഞ്ഞതുപോലെ ഇവരെ ഞാൻ അമ്മയെന്ന് വിളിച്ചതുകൊണ്ട് മാത്രമാ മറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കുന്നത്. എടാ ചിന്തിക്കടാ, ചിന്തിക്ക്. എടാ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇവൻ അർഹിക്കുന്നതൊക്കെ അവന് കിട്ടുകയും ചെയ്തേനെ. അതെങ്ങനെയാ? ഏതോ കണ്ണീച്ചോര ഇല്ലാത്തൊരു കാലൻ ആ സമയത്ത് തന്നെ എന്റെ വിശ്വേട്ടന്റെ ജീവൻ എടുത്തോണ്ട് പോയില്ലേ? ആ അതെ, കണ്ണിച്ചോര ഇല്ലാത്ത ഏതോ കാലനാ അത് ചെയ്തത്. അല്ലെങ്കിൽ ലോറി കൊണ്ടുപോയി തട്ടിയ സമയത്ത് വീണ് കിടന്ന അച്ഛനെയും കണ്ണേട്ടനെയും ആ ദുഷ്ടന് ലോറി കയറ്റി കൊണ്ടുപോകുമായിരുന്നു. സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു. അതേപ്പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലോറിക്കാരനെ പറ്റിയുള്ള അന്വേഷണം ഒരുപാട് അന്നത്തെ കാലത്ത് നടത്തിയതാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഫ്രോഡിനെ കിട്ടിയില്ല. ഇനിയിപ്പോ കിട്ടുമെന്നും കരുതുന്നില്ല. എന്നാലും അന്നത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഭാര്യ എൻ്റെ രണ്ടാനമ്മ. അത് അച്ഛൻ്റെ സ്വത്തും പത്രാസമൊക്കെ കണ്ടിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛന് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സമാധാനം കൊടുത്തിട്ടുണ്ട്, സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും നിങ്ങളുടെ മോനും മരുമോൾക്കും ഇപ്പോഴിവിടെ കഴിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എന്റെ ഭാര്യയെ മറ്റൊരു വീട്ടിൽ കൊണ്ട് നിർത്തുന്നതും അതുകൊണ്ട് മാത്രമാണ്. പന്ത്രണ്ട് വയസ്സ് വരെ ആയിരുന്നു എന്റെ സന്തോഷവും ജീവിതവും. അതിനുശേഷം വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ 2 പതിറ്റാണ്ട് കഴിഞ്ഞു. പിന്നീട് എനിക്കെന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇപ്പൊ ഞാൻ ആ തിരിച്ചു പിടിച്ച ജീവിതത്തിലൂടെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്കൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ വയറ്റിൽ എന്റെ കുഞ്ഞുണ്ട്. നാളെ കുഞ്ഞ് ജനിക്കും. ആ സമയത്ത് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനോടൊപ്പം എനിക്ക് കുടുംബമായിട്ട് ജീവിക്കണം. എന്നും വിഷമിച്ചും പേടിച്ചും അല്ല ജീവിക്കേണ്ടത്. സ്വസ്ഥമായിട്ട്, സുഖമായിട്ട്, സമാധാനത്തോടെ ജീവിക്കണം. അതിന് ഈ വീട്ടിലുള്ളവർ തടസ്സമായാൽ ആ തടസ്സം വെട്ടിമാറ്റാൻ ഇനി ഞാൻ മടിക്കില്ല. സ്വത്തിലും പണത്തിലും ഒന്നും ഞാനും അത്ര പിന്നോട്ടൊന്നും അല്ല. എനിക്കും ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. അത് ഇവൾക്ക് നന്നായിട്ട് അറിയാം. അറിയാം, നന്നായിട്ടറിയാം. പിന്നെ എന്തിനാ സ്വത്തിനും പണത്തിനും വേണ്ടി നീയൊക്കെ ഇത്രയും വില കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്? നിന്നെയൊക്കെ ഭയന്നിട്ടാ കണ്ണേട്ടനും ഞാനും തമ്മിൽ വഴക്കാണെന്ന് അഭിനയിക്കേണ്ടി വന്നത്. ഞാൻ ഈ വീട്ടിലെ മരുമകളാ. എന്റെ ഭർത്താവിനും എനിക്കും അവകാശപ്പെട്ട വീടാ ഈ കമലേശ്വരം തറവാട്. എന്നിട്ടും എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിടിച്ചു നിന്നാ ആ കുഞ്ഞ് ജനിക്കുമെന്ന് പോലും ഉറപ്പില്ല. എന്നിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നത് നിങ്ങളൊക്കെ ജീവിച്ചോട്ടെ എന്ന് കരുതിയ.
അവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങളോടൊന്നും മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ല. ഹ, കാലണക്ക് ഗതിയില്ലാതെ നടന്ന ഒരുത്തിക്ക് ഒരു കല്യാണത്തോടെ എന്തൊക്കെയോ കിട്ടി. അതിന്റെ നെകളിപ്പ ഈ കാണിക്കുന്നത്. അങ്ങനെ നെകളിപ്പ് കാണിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നിന്റെ ചേച്ചിയെങ്കില് നിന്റെ ഇവന്റെയും കർണത്തടിച്ചിട്ട് നിങ്ങളെ രണ്ടിനെയും വെളിയിലാക്കിയാനെ. അതുകൊണ്ട് അതുപോലുള്ള സംസാരമൊന്നും വേണ്ട. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഒന്ന് മാത്രം എല്ലാവരും ഓർത്തോ, ഞങ്ങൾക്ക് ജീവിക്കണം. ആ ജീവിതത്തെ ആര് തടസ്സപ്പെടുത്താൻ നോക്കിയാലും അവരുടെ ജീവിതമായിരിക്കും ഇനി മുരടിക്കാൻ പോകുന്നത്. ഓർത്തു വെച്ചോ എല്ലാവരും. പാടോ. നമ്മളൊക്കെ ആ പോയവൻ സ്വന്തം ഭാര്യയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിച്ച സമയത്ത് അയാളെ സംശയിച്ച കൂട്ടത്തില ഉണ്ണിയേട്ടൻ. ആ സംശയം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ പിന്നാലെ നടന്ന ആളാ. അവസാനം ഉണ്ണിയേട്ടൻ പറഞ്ഞതാണ് സത്യം തെളിയുകയും ചെയ്തു. അത്രയും ശ്രമങ്ങൾ നടത്തിയ ഉണ്ണിയേട്ടന് ഇത്രയും അഹങ്കാരത്തോടെ ഇവിടെ ഒന്ന് സംസാരിച്ച കണ്ണനെയും മഹാലക്ഷ്മിയെയും എന്നേക്കുമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കൂടെ മരണത്തിലൂടെ? വീൽ ചെയർ തന്നെ ഇറങ്ങിയാൽ മതി കണ്ണേട്ടാ. ഇല്ല, ഇങ്ങനെ തന്നെ ഇറങ്ങാൻ പോവാ. ഇനി അതുകൂടി എല്ലാവരും അറിയാൻ ബാക്കിയുള്ളൂ. അവൻ എന്റെ പിന്നാലെ വന്നിട്ട് അതും പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. ലേക്കേച്ചിക്ക് ഇപ്പൊ സന്തോഷമായല്ലോ. എന്താടാ? എന്തായിരുന്നു ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ, നീയും ലേഖ ആഗ്രഹിച്ച പോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കാൻ പോകുന്നു, ആരെയും ഭയക്കാതെ. ലേഖേച്ചി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഒരു ടെൻഷന്റെ ആവശ്യമില്ല ലേഖ. ഡെലിവറി കഴിയുന്നവരെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം കുഞ്ഞു അമ്മ ഇവിടെ നിൽക്കണോ എന്റെ വീട്ടിൽ നിൽക്കണോന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട് കണ്ണേട്ടാ? അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വിഷുവായിട്ട് എന്റെ വീട് മരണവീടായി. കണ്ണേട്ടൻ കരുണയ്ക്ക് കൊടുത്ത സ്വർണവും ഡ്രസ്സും ഒക്കെ കണ്ണേട്ടന്റെ മുഖത്തേക്ക് എന്നെ അവള് വലിച്ചെറിഞ്ഞു കൊടുത്തു. അതൊരു പുതിയ കാര്യമല്ലല്ലോ, ഇതിനു മുമ്പും അത് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വില കൂടിയ സമ്മാനങ്ങൾ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്ന നിന്നെയാണ് തല്ലേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാ ഇന്നത്തെ ദിവസം എന്റെ രണ്ടാനമ്മയ്ക്കും മോനും മരുമോക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നടക്കുമായിരുന്നല്ലേ? അതെ, പോലീസുകാർ പ്രതികളെ ഫോളോ ചെയ്യുന്ന പോലെ അവൻ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാളെ കമ്പനിയിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്തുകൊണ്ട് നന്നായി. ഇനി അവനെ കമ്പനിക്കകത്ത് കയറ്റുന്ന പ്രശ്നമില്ല. മേഘനും അവന്റെ അച്ഛനും മാസാമാസം സാലറി കൊടുക്കുന്ന പോലെ അവന് കൊടുക്കരുത്. കാണാ, അവൻ അധ്വാനിക്കട്ടെ,
അവൻ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കട്ടെ. നീ എന്തിനാണ് സഹായിക്കുന്നേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല അനന്തൂട്ടാ. ചില കാര്യങ്ങൾ കണ്ണേട്ടനും മഹിയും നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. പോട്ടടിയിലേക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, അതിനുള്ള പ്രതിഫലം അവർക്ക് അപ്പപ്പോ തന്നെ കിട്ടുന്നുണ്ടല്ലോ. നീ ആദ്യം വിഷുസദ്യ വിളമ്പ്. അല്ല, നിങ്ങൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്നും കഴിച്ചില്ലായിരുന്നോ? അത് കൊള്ളാം. അങ്ങനെ കഴിക്കോ? കേട്ടത്തി വാ, എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിരിക്കുവാ. വാ. മഹിയും കുട്ടി അവിടെ ചെന്നിട്ട് നീ എല്ലാരെയും പൊളിച്ചടക്കിയോടെ കണ്ണ. ആ, ഒരു പരുവത്തില്. അത് മതി. വാ വാ. എന്താ സാറേ? ഇന്ന് വിഷുവിനെ അമ്പലത്തിൽ വെച്ച് ആ അമ്മയെ കണ്ടപ്പോ ആ അമ്മേനോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇനി എന്റെ കുഞ്ഞിന് ഒരുപാട് അവകാശികൾ വേണ്ട, ഞാൻ മാത്രം മതിയെന്ന്. ഒരവസരം വന്നാ എല്ലാവരോടും കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് പറയണമെന്നാ ആ അമ്മ ഉദ്ദേശിച്ചത്. അത് വേണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് സാറേ. എന്നാ ആ ആഗ്രഹം സാധിച്ചു. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന്. ഇന്ന് കുട്ടികളുണ്ടാവാത്തവർക്ക് പുതിയ ചില ചികിത്സാ രീതിയിലൂടെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. ആ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായെന്നാ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ നടക്കുന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് അതാ നല്ലതെന്ന് തോന്നി. ഇത് പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു സാറേ? ഞാൻ അമ്പലത്തിൽ നിന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് പോയതിന് പിന്നാലെ അവനെത്തി, എന്റെ അനിയൻ. പിന്നെ സമാനതകളില്ലാത്ത സംഭവം ഉണ്ടായത്. അവിടെ പിന്നെ അവൻ എന്റെ ഭാര്യയെ ആക്ഷേപിക്കുമ്പോൾ എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, ആ അമ്മ എന്നോട് നേരത്തെ ഒരു സൂചന തന്നുകൊണ്ട് എനിക്ക് പിന്നീടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവനോട് പറയേണ്ടതൊക്കെ പറയുകയും ചെയ്തു. എന്റെ ഭാര്യയും കൂട്ടി ഞാൻ എന്റെ തറവാട്ടിലേക്ക് പോവുകയും ചെയ്തു. കൊടുകെ സാറിനെ ഞങ്ങളൊക്കെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും സാറിന്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച വന്നെന്ന് തോന്നിയത് മഹാലക്ഷ്മി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും സാറിന്റെ വ്യക്തിത്വം ഇല്ലാതാക്കേണ്ടി വന്നു. മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് പലരെയും നിർത്തിയപ്പോ സാറും അതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. അത് മനഃപൂർവ്വമാർക്കോ? സ്വന്തം മകളുടെ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരു അമ്മയാ എന്റെ വീട്ടിലുള്ളത്. അങ്ങനെയുള്ളപ്പോ ഭാര്യയും കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു പുരുഷന് അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. അത് ശരിയാ. മഞ്ജു അമ്മയാകാൻ പോകുന്നെന്ന് കള്ളം പറഞ്ഞപ്പോ അവളുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയത് സ്വന്തം അമ്മ തന്നെയാ. സത്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഉണ്ണിയും സാറിന്റെ രണ്ടാനമ്മയും കരുണയും ഒക്കെ നിന്ന് നിൽപ്പ് ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ സാറേ. അവരൊക്കെ ഇനി എന്തും ചെയ്യുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അനന്തുവിന്റെ വീട്ടിൽ തന്നെ മഹിയെ കൊണ്ടുവിട്ടു. പ്രസവം വരെ ലേഖ നോക്കുന്ന പോലെ ആർക്കും അയാളെ നോക്കാൻ പറ്റില്ല. എന്നു മാത്രമല്ല, അതുവരെ അയാളെ നോക്കേണ്ടത് തന്റെ അവകാശമാണെന്ന് ലേഖ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അവിടെ തന്നെ മഹാലക്ഷ്മി നിൽക്കുന്ന സാറേ നല്ലത്. ഇനിയിപ്പോ ഏതൊക്കെ രീതിയിലാ അവരമ്മയും കുഞ്ഞിനെയും ദ്രോഹിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാടൊക്കെ ചെയ്തില്ലടാ. എന്നിട്ട് എന്താ ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ സാറേ, ഉണ്ണിക്കിട്ട് 2 പൊട്ടിക്കേണ്ടതായിരുന്നെന്ന്. അവന് കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ കിട്ടിക്കഴിഞ്ഞു. അവന്റെ ജീവിതത്തില് ഇതുപോലൊരു തിരിച്ചടി ഉണ്ടായി കാണത്തില്ല. എങ്കിലിപ്പോ ആരോഗ്യത്തോടെ ഉള്ളവൻ അവനാ. ബാക്കിയെല്ലാവർക്കും അടിയേറ്റ് കഴിഞ്ഞു. അത് മാത്രമല്ല, അവൻ ഇത്രയും ദിവസം സാറിന്റെ പിന്നാലെ നടന്ന് സത്യം കണ്ടുപിടിക്കായിരുന്നു. അങ്ങനെയുള്ളവൻ ഇനി യാത്ര ചെയ്യുന്നത് സാറിനെയും സാറിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നശിപ്പിക്കാനായിരിക്കും. അവനെ ഒരു മൂലക്കിരുത്തണമെങ്കിൽ ഇരുത്താൻ സാറേ. ഏയ് വേണ്ട മാർക്കോ, ഞാനിപ്പോ വീൽ ചെയറിൽ നടക്കുന്ന കണ്ണനല്ല. നിങ്ങളെയൊക്കെ പോലെ തന്നെ എന്റെ കാലുകൾക്കിപ്പോൾ ചലനശേഷിയുണ്ട്. അതിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞവനാ പ്രതാപൻ.
അല്ല, സാറിന് എവിടെ താമസിക്കാൻ പോന്നേ? ആ, എൻ്റെ വീട്ടിൽ തന്നെ. ആ, ഇനി സാറാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നിങ്ങളും കൂടെ അങ്ങോട്ട് പോര്. അപ്പോ അവരായിരിക്കുമല്ലോ ഭയക്കുന്നത്. സാറേ, അങ്ങനെ ഒരു ആവശ്യം വന്നാ പിന്നെ ആലോചിച്ച് സമയം കളയരുത്. സാറൊന്ന് വിളിച്ചാൽ മതി, ഞങ്ങളവിടെ പറന്നെത്തിയിരിക്കും. എന്നിട്ട് എന്തൊക്കെ അലമ്പുണ്ടാക്കാമോ അതൊക്കെ ആക്കിയിരിക്കും. ഇനി എല്ലാത്തിനെയും ചവിട്ടി വെളിയിൽ കളയണമെങ്കിൽ അതും ചെയ്യാം സാറേ. അതിലൊന്നും ഒരു പാപവുമില്ല. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് കൂടപ്പിറപ്പുകളെ കൊല്ലുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. എന്നാലും തോറ്റിട്ടും പിന്നെയും അതിന് ശ്രമിക്കുന്ന ഇതുപോലെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എന്താടാ, ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയിട്ട് അതിന് പറ്റിയോ? പകരം ആ കരണക്കല്ലേടാ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അതൊക്കെ കർമ്മഫലമാണ് സാറേ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവരൊരുപാട് കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. എന്തായാലും ഈ വിഷു എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് നാൾ മനസ്സിൽ മൂടി വെച്ചുകൊണ്ട് നടന്ന ഒരു രഹസ്യമാണ് പുറത്തു പോയത്. ഇനിയിപ്പോ കരുണയുടെ അച്ഛനും അവളുടെ മുത്തശ്ശിയൊക്കെ എല്ലാം അറിഞ്ഞു കാണുന്ന വിശ്വാസം. അവനിനി പേടിക്കണ്ട, ആ പ്രതാപനെ. അവനിനി ഇടം വല്ലം തിരിയുകയാണെങ്കിൽ അവനെ സാറിന്റെ അച്ഛൻ തന്നെ കൈകാര്യം ചെയ്തോളും. ഒരുപാട് ശക്തികള് സാറിന്റെയും മഹാലക്ഷ്മിയുടെയും പിന്നാലെയുണ്ട്. ഇന്ന് വിഷുവായിട്ട് സാറിന് വിഷുക്കൈനീട്ടം തന്ന ആ അമ്മ ഉൾപ്പെടെ. പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ശരി മാർക്കോ, ഞാനിത് പറയാനാ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ്. എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ട് അനന്തുവിന്റെ വീട്ടിൽ നിന്ന് വിളി വന്നാ നിങ്ങൾ ഓടിയെത്തണം. ശരി സാറേ. ശരി. അളിയ, ആ ഉണ്ണിയെ കാലെ പിടിച്ച് നിലത്ത് കുത്തിയാലോ? അതിനുള്ള അനുമതി കണ്ണൻ സാർ തന്നിട്ടില്ല. തന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ആലോചനയില്ല. അവനെ കാലെ പിടിച്ച് വലിച്ച് കീറാം നമുക്ക്. കുടിക്കേ. വേണ്ടമേ, പായസ വേണ്ട. ഷുറുള്ളതാ. ഇത് നല്ല സേമിയ പായസമാ. മധുരം കുറച്ചേ കിട്ടിട്ടുള്ളൂ. പിടിക്കേ. എന്തായാലും ഇതുപോലെ നല്ലൊരു വിഷു ജീവിതത്തിലുണ്ടായിട്ടില്ല. എടാ ഇത് നോക്കടാ. കണ്ട കണ്ണ വാങ്ങിച്ചു തന്നതാ. പിന്നെ ഈ ഷർട്ടും മുണ്ടും അവൻ വാങ്ങി തന്നല്ലേ. ഇനിയിപ്പോ നമുക്ക് അവിടെ പോയി 1-2 ദിവസം നിൽക്കണം. കണ്ണനോടൊപ്പം താമസിക്കണം. അതെ, നമ്മുടെ മോളും മരുമോനും ഒക്കെ അവിടെ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് പോര് രണ്ടാളും. എന്നിട്ട് 2 ദിവസം ആക്കണ്ട. ഇനിയുള്ള കാലം അത്രയും അവിടെ തന്നെ താമസിച്ചോ. മോളുടെ സംസാരം അത്ര പന്തിയല്ലല്ലോ. മോളെന്താ ഉണ്ണിയെ കൂട്ടാതെ ഓടിങ്ങ് പോന്നേ? അവിടെ നിന്നാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും തോന്നി. എന്താ മോളെ, എന്തു പറ്റി? പറ്റാനുള്ളതൊക്കെ പറ്റി. വിഷുവായിട്ട് ഞങ്ങൾ എങ്ങനെയിട്ട് വിഷമിപ്പിക്കാതെ എന്താന്ന് വെച്ചാ പറ മോളെ. ലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനെ കണ്ടെത്തി. ആരാ അത്? കൊണ്ണനെ മറന്നിട്ട് അവൾ ആരുടെ പിന്നാലെയാ പോയത്? ആരാണെന്ന് പറ മോളെ. പ്രതി മാർക്കോ ആണോ, അതോ അനന്തു ആണോ, അതോ സാഗറോ? മോളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്റെ ദേഹം തളർന്നു പോകുന്നു പ്രതാപ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കേട്ടിട്ട് ഞാനും തളർന്നു വീണു. അതൊക്കെ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ. അല്ല, അത്രയ്ക്ക് തളരാൻ മാത്രം എന്താ മോളെ സംഭവിച്ചേ? ഇനിയിപ്പോ അത് ഉണ്ണിയുടെ കുഞ്ഞായിരിക്കോ? ആണോ? മോള് തളരണമെങ്കിൽ ഇനി അതിനൊക്കെ സാധ്യത ഉണ്ടോന്നേ?
മോളെ ഇനിയിപ്പോ ഉണ്ണിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ മോളെ? ഓ, മാറിപ്പോ എന്റെ മുന്നീന്ന്. ഇനിയും അത് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി മറ്റു പലരുടെയും പേര് ഊഹിച്ചെടുക്കും. ലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആള് തന്നെയാ. കണ്ണനോ? ആ കുഞ്ഞ് കമലേശ്വരത്തെ വല്യേട്ടന്റെ കുഞ്ഞ് തന്നെയാണെന്ന്. മോളെ വിഷുവായിട്ട് വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറയല്ലേ. കേട്ടതില്ലാത്ത കഥയൊന്നും അല്ല, ഉള്ളത് തന്നെയാ. കണ്ണേട്ടന്റെ കുഞ്ഞാ ലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത്. അതെങ്ങനെ സംഭവിക്കും? അവന് കുഞ്ഞ് ജനിക്കില്ലെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞതല്ലേ? അവനും അതറിയാലോ. അതുകൊണ്ടല്ലേ ഞങ്ങളെ കല്യാണം നടത്തിയത്. ഇന്ന് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അങ്ങനെ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ ഭയന്നതാ. അത് തന്നെ സംഭവിച്ചു.